കഴിഞ്ഞ കുറേ കാലങ്ങളായി ഒരു മാഫിയ തന്നെയാണ് ആ സ്കൂളിനെ നിയന്ത്രിക്കുന്നത്. അധ്യാപകരൊക്കെ ഭയന്നാണ് നിൽക്കുന്നത്. അവിടെ പണപ്പിരിവാണത്. പണം കൊടുത്തില്ലെങ്കിൽ ബിസിനസ്സുകാരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു നിലപാടാണ് SMV സ്കൂളിലെ PTA കമ്മിറ്റി വർഷങ്ങളായിരുന്നു. ഈ ഹാഷിമിനെ വിളിക്കുമ്പോൾ ഹാഷിമിൻ്റെ പോക്കറ്റിൽ പൈസ ഉണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ഈ പൈസ മുഴുവൻ തിരിച്ചു കൊടുക്കാൻ പറ്റും. കാരണം ഇത് സർക്കാർ ഉടമസ്ഥയിലുള്ള സ്ഥലമാണ്. വലിയ വില വരുന്ന ഒരു തേക്കിൻ്റെ വൃക്ഷം അവിടെ നിന്ന് മുറിച്ച് കടത്തിയിട്ടുണ്ട്. ബ്ലൈൻഡ് സ്കൂളിൽ നിന്ന് ചന്ദനത്തടി സ്വന്തം മക്കൾ പഠിക്കുന്ന സ്കൂളിലെ അവരുടെ കെയർ ഓഫിൽ PTA പ്രസിഡന്റ് മെമ്പറുമായ ആൾക്കാരാണത്. മന്ത്രി ഇടപെട്ട് പൊളിച്ചു മാറ്റാൻ പറഞ്ഞത്. സ്കൂളിനകത്ത് തട്ടുകട നടത്താൻ വേണ്ടി PTA അനുമതി കൊടുക്കുകയാണ്. SMV സ്കൂളിൻ്റെ 1 മീറ്റർ വീതിയിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാപനം വരെയുള്ള സ്ഥലം അദ്ദേഹത്തിന് മതിൽ കെട്ടി വേർതിരിച്ചു കൊടുക്കാൻ 1 കോടി രൂപ കൊടുക്കും. ഞങ്ങളുടെ കയ്യിൽ നിന്ന് അനധികൃതമായി പണം വാങ്ങുന്നു. ആ റെസീറ്റ് ഞാൻ വാങ്ങി നോക്കിയപ്പോൾ തന്നെ 200 പ്രിന്റ് ചെയ്തിട്ട് പേന വെച്ച് വെട്ടിയിട്ട് 400 എഴുതിയിരിക്കുന്നത്. പാർക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ പാർക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അതിനു മുമ്പ് ഒരു കാര്യം കൂടെ 811 ടൺ മാലിന്യമാണ് ഇന്നലെ മാറ്റിയിട്ടുള്ളത്. 811 ടൺ മാലിന്യം മാറ്റിയിട്ടുണ്ട്. ബ്രിക്ക് 134 വലിയ ലോറികളിലും 48 ചെറിയ ലോറികളിലുമായിട്ടാണ് ലോഡുമാണ്. അത് 134 വലിയ ലോറിയിൽ ലോഡും 48 ചെറിയ ലോറിയിലെ 48 ലോഡും ചുടുകല്ലാണ് ഞങ്ങൾ മാറ്റാൻ വേണ്ടി ഇന്നലെ ഉണ്ടായിരുന്നത്. അത് അവിടെ ചാല ബോയ്സ് സ്കൂളിലുണ്ട്. അതിൻ്റെ എണ്ണം എടുത്തിട്ടില്ല. വരാൻ പോകുന്ന ദിവസങ്ങളിൽ അതെടുക്കും. 138 പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാർ PHIമാർ ഇതിനൊക്കെ നേതൃത്വം കൊടുക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു. 811 ടൺ മാലിന്യമാണ് ഏറെക്കുറെ ശേഖരിച്ചിട്ടുള്ളത്. പിന്നെ അങ്ങ് ചോദിച്ച പാർക്കിങ്ങിൻ്റെ കാര്യം. ഈ പാർക്കിങ്ങിൻ്റെ കാര്യം വളരെ ഗൗരവമായി നമ്മുടെ സമൂഹം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അത് ഞങ്ങളുടെ നടന്ന പൊങ്കാലയുടെ തയ്യാറെടുപ്പിൽ ഒരു ചർച്ചയിലും ഈ പാർക്കിംഗ് വിഷയം അങ്ങനെ സജീവമായിട്ട് അതിൻ്റെ പേരിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ചർച്ചയിൽ വരാത്തതുകൊണ്ട് തന്നെ അതിനുവേണ്ടി ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റോ രൂപീകരിക്കാനൊന്നും സാധിച്ചില്ല. എന്നാൽ യാദൃച്ഛികമായി ക്ഷേത്രത്തിൽ പോയിട്ട് തലേദിവസം ഉച്ചയ്ക്ക് ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൽ പോയി അതിനുശേഷം മേയർ മടങ്ങുന്ന സമയത്താണ് ഒരു കൊല്ലത്തുള്ളൊരു ഡ്രൈവർ, അദ്ദേഹം ടാക്സി ഡ്രൈവർ കൈ കാണിച്ച് നിർത്തിയിട്ട് ഒരു റെസീപ്റ്റ് എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് അനധികൃതമായി പണം വാങ്ങുന്നു. ആ റെസീപ്റ്റ് ഞാൻ വാങ്ങി നോക്കിയപ്പോൾ തന്നെ 200 പ്രിന്റ് ചെയ്തിട്ട് പേന വെച്ച് വെട്ടിയിട്ട് 400 എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് ഐരാണിമുട്ട ഹോമിയോ കോളേജിനടുത്താണ്. ആ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് ഞങ്ങൾ നേരിട്ട് പോയി ചോദിച്ചപ്പോൾ ഒരു ലൈസൻസോ പെർമിഷനോ എടുത്തിട്ടില്ല. പെർമിഷനോ എടുക്കാതെ തലേ ദിവസം 2 ദിവസം മുമ്പ് ഒരു 50 രൂപയാണ് കാറിന് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഞാൻ പോലീസുകാരോട് ചോദിച്ചു. അപ്പോൾ 2 ദിവസം മുമ്പ് ഒരു 50 രൂപ വാങ്ങിച്ചുകൊണ്ടിരുന്നിട്ട് അമ്പലത്തിൽ തിരക്ക് കൂടിയപ്പോഴേക്കും 200 ആക്കി, പിന്നെ 400 ആക്കി. ഒരു ഓൾട്ടോ കാറിന് 400 രൂപയാണ് വാങ്ങുന്നത്. ഉടൻ തന്നെ അവിടെ ഇടപെട്ട് പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ചു. പിന്നെ ആ കാറുകൾ അത്രയും എടുത്ത് അപ്പോൾ പുറത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ഗതാഗത കുരുക്കും, വന്നവർക്കൊരു വിഭ്രാന്തി. വനിതകളൊക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നവർ, അവർക്ക് തിരിച്ച് വാഹനം അന്വേഷിച്ച് പോകുമ്പോൾ കാണാൻ പറ്റില്ല. പരിഭ്രാന്തി കൂടുമെന്നുള്ളത് കൊണ്ട് കൃത്യമായിട്ടുള്ള എല്ലാ ആക്ഷനും ആ സമയത്ത് എടുക്കാൻ പരിമിതിയുണ്ട്. കാര്യം വലിയൊരു പൊങ്കാല ഉത്സവം നടക്കാൻ വേണ്ടി പിന്നെ അത് വാർത്തയായി കഴിഞ്ഞാൽ വരാൻ പോകുന്ന ആൾക്കാർക്ക് പരിഭ്രാന്തിയിലാവും. ആ ഡ്രൈവർമാരൊക്കെ ആയിട്ടൊരു ധാരണ എത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അധികമായി വാങ്ങിയ മുഴുവൻ പണവും അപ്പോൾ തന്നെ ആ വ്യക്തിയെ കൊണ്ട് തിരിച്ചു കൊടുത്തു. അതിനുശേഷം 1 മണിക്കൂറിനുള്ളിൽ അവിടെ നിശ്ചയിച്ച തുക ബോർഡ് എഴുതി വെക്കണം എന്ന് പറഞ്ഞു. അതിനുശേഷം 1 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ തന്നെ നേരിട്ട് പോയി വെരിഫൈ ചെയ്തപ്പോൾ ആ ബോർഡ് അവിടെ ഉണ്ട്. പോലീസുകാരോട് അത് മോണിറ്റർ ചെയ്യണമെന്ന് പറഞ്ഞു. അതിനുശേഷം അവിടെ ആ നിശ്ചയിച്ച തുകയാണ് വാങ്ങിയത്. എന്നാൽ അതിനുശേഷം അന്ന് രാത്രി ഒരു വിവരം കിട്ടി. ഞാനത് അടുത്ത ഘട്ടമായിട്ട് പറയാം. ഇന്നലെ നടന്ന സംഭവം നിങ്ങളൊക്കെ വാർത്ത കൊടുത്തിട്ടുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് അപ്പോൾ ഈ ഐരാണിമുട്ടത്ത് പാർക്കിംഗ് കാര്യത്തിൽ കോർപ്പറേഷൻ ഇടപെട്ടത് അറിഞ്ഞുകൊണ്ട് പല ഭാഗത്തുനിന്നും കോളുകൾ വന്നു. പൊങ്കാലയുടെ തലേദിവസം രാത്രി ഒരു 7:30 മണിയായപ്പോൾ ഡെപ്യൂട്ടി മേയർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു തിരുവനന്തപുരത്ത് 2 സ്ഥലങ്ങൾ ഡെപ്യൂട്ടി മേയർക്ക് കോൾ വന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭാഗത്തുള്ള 2 സ്ഥലങ്ങളിൽ ഇതുപോലെ തന്നെ അവിടെ ഒന്ന് പറഞ്ഞത് ഈഞ്ചക്കലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഡെപ്യൂട്ടി മേയർ കോൾ വന്നു. അവിടെ വ്യാപകമായി കൊള്ള നടക്കുകയാണെന്ന് പറഞ്ഞു. എന്നാൽ അവിടേക്ക് ഉദ്യോഗസ്ഥരെ വിടാനോ മേയർക്ക് എനിക്കെത്താനോ പറ്റില്ല. ആശാനാഥ് ആ ഭാഗത്തായിരുന്നു, പാപ്പനംകോട് ഭാഗത്തായിരുന്നു. ആശാന് വേറെ ഡ്യൂട്ടി ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് ഈ ബ്ലോക്കിൻ്റെ ഇടയിൽ ഈ കേന്ദ്രങ്ങൾ നേരിട്ടെത്തി പരിശോധിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. രാത്രി ഓരോ നിമിഷവും തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്നലെ രാവിലെ ഒരു വാർത്ത, സെക്രട്ടറിയും മേയറും ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കൂടെ ഒരുമിച്ച് ഇന്നലെ രാവിലെ യാത്ര ചെയ്യുന്ന സമയത്ത് വന്നൊരു വാർത്ത,
നമ്മുടെ എസ് എം ബി സ്കൂളിൽ അവിടെ പാർക്കിങ്ങിന് വേണ്ടി അനധികൃതമായി പണം പിരിക്കുന്ന വാർത്ത വന്നു. ഞങ്ങൾ നേരെ അവിടെ പോയി. ഞങ്ങളവിടെ ചെന്നപ്പോഴേക്കും കണ്ടത് വളരെ വളരെ ഗുരുതരമായ ക്രമക്കേട് നടക്കുന്നതായിട്ടാണ്. അതായത് ഒരു കൂപ്പൺ നിങ്ങളൊക്കെ ഇന്നലെ വാർത്ത കൊടുത്തപ്പോൾ കണ്ടു കാണും. ആ കൂപ്പണിൽ സ്കൂൾ ഡെവലപ്മെൻറ്റ് PTA ഡെവലപ്മെൻറ്റ് ഫീസ്, സ്കൂൾ ഡെവലപ്മെൻറ്റ് ഫീസ് PTA അങ്ങനെ മാത്രമേ പ്രിൻറ്റ് ചെയ്തിട്ടുള്ളൂ. എമൗണ്ട് ഒന്നും പ്രിൻറ്റ് ചെയ്തില്ല. വരുന്ന വാഹനങ്ങൾക്ക് ഒരു ബസ് 8 മണിക്ക് വന്നു, ഉച്ചയ്ക്ക് 2 മണി വരെ വരുന്ന 1000 രൂപയാണ് ആ ബസ്. 50 പേര് വരുന്ന ഒരു ബസ്സിന് 1000 രൂപ. പിന്നെ കാറിന് 200 രൂപ, 300, 500, 750 ഇങ്ങനെ വാങ്ങുന്നു. PTA പ്രസിഡന്റ് ഒരു കർണൻ എന്നൊരാളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തോട് ചോദിച്ചപ്പോഴേക്കും ഒരു ഹാഷിമാണ് അദ്ദേഹത്തോടൊപ്പം എക്സിക്യൂട്ടീവ് മെമ്പർ. ഹാഷിമിനെ ആദ്യം വിളിച്ചപ്പോൾ അവിടെയെങ്കിലും വന്നില്ല, രംഗത്ത് വന്നില്ല. ഒടുവിൽ ഹാഷിം രംഗത്ത് വന്നു. പ്രിൻസിപ്പലിനോട് HMനോട് ഞങ്ങൾ ഫോണിൽ സംസാരിച്ചു. ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അദ്ദേഹത്തിൻ്റെ ഏൽപ്പിച്ച പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് നഗരത്തിൻ്റെ വേറൊരു ഭാഗത്തായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിനും ഇക്കാര്യം അറിയില്ല. അദ്ദേഹത്തിന് നേരത്തെ തന്നെ SFV സ്കൂളിലെ PTA പ്രവർത്തനത്തെക്കുറിച്ച് കാര്യമായിട്ടുള്ള പരാതിയുണ്ട്. അദ്ദേഹം രേഖാമൂലം ആ പരാതി നൽകിയിട്ടുണ്ട്. ഞങ്ങൾ അതൊക്കെ തന്നെ അന്വേഷിക്കുകയാണ്. അപ്പോൾ പ്രിൻസിപ്പൽ അറിഞ്ഞിട്ടില്ല, HM അറിഞ്ഞിട്ടില്ല. ഈ കർണനും ഹാഷിമും കൂടെയാണ് പിരിക്കുന്നത്. അവിടെ നിന്ന് എല്ലാ വാഹനത്തിൻ്റെ ഉടമസ്ഥരും വന്നു. അവരുടെ കയ്യിൽ നിന്നൊക്കെ ഇങ്ങനെ പണം കളക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ സാധിക്കുമായിരുന്നത് ഈ ഹാഷിമിനെ വിളിക്കുമ്പോൾ ഹാഷിമിൻ്റെ പോക്കറ്റിൽ പൈസ ഉണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ഈ പൈസ മുഴുവൻ തിരിച്ചു കൊടുക്കാൻ പറ്റും. കാരണം ഇത് സർക്കാർ ഉടമസ്ഥയിലുള്ള സ്ഥലമാണ്. ഒരു കാരണവശാലും അവിടെ പണപ്പിരിവ് നടത്താൻ പാടില്ല. ഈ റെസിപ്റ്റിൽ കോർപ്പറേഷൻ്റെയോ സംസ്ഥാന സർക്കാരിൻ്റെയോ വിദ്യാഭ്യാസ വകുപ്പിൻ്റെയോ ഒരു സീലോ ഒപ്പോ ഒന്നുമില്ല. അപ്പോൾ വ്യാജ രേഖകൾ നിർമ്മിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ സ്ഥലത്ത് ക്ഷേത്രത്തിൽ ആരാധനയ്ക്ക് വന്നവരുടെ കയ്യിൽ നിന്നും പണപ്പിരിവ് നടത്തുന്ന ഗുരുതരമായ ക്രമക്കേടാണ് അവിടെ PTA പേരിൽ ചെയ്തിരിക്കുന്നത്. സ്വന്തം മക്കൾ പഠിക്കുന്ന സ്കൂളിൽ അവരുടെ കെയർ ഓഫിൽ PTA പ്രസിഡന്റ് മെമ്പറുമായ ആൾക്കാരാണ് അവർ. ഉടൻ തന്നെ SHOയുമായി ബന്ധപ്പെട്ടു. അവിടെ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വന്നു, അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ഔദ്യോഗികമായിട്ട് സെക്രട്ടറി കോർപ്പറേഷന് വേണ്ടി കംപ്ലയിൻറ്റ് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഇന്ന് എഡ്യൂക്കേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ നിന്നും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിക്കും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പിനും ഇക്കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും PTA-ക്കെതിരെ ആക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കമ്മിറ്റി കത്തയക്കും. ഇന്നലെ സംഭവം നടന്ന ഉടൻ തന്നെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയെ ഞാൻ ഫോണിൽ വിളിച്ചിരുന്നു. അദ്ദേഹവുമായി സംസാരിക്കാൻ അപ്പോൾ സാധിച്ചില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്നും വളരെ നല്ല സമീപനമാണ് ഇക്കാര്യത്തിൽ. അതായത് കർശനമായ ആക്ഷൻ ഇക്കാര്യത്തിൽ എടുക്കണം എന്നുള്ള നിലപാടാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്നും ഉണ്ടായത്. ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പും ഗവൺമെൻറ് സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അനുവദിക്കാൻ പാടില്ല എന്നുള്ള നിലപാടാണ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ SMV സ്കൂള് ഇപ്പോൾ വന്ന പശ്ചാത്തലം പറയാം. ഈ പശ്ചാത്തലത്തിൽ ചില കാര്യങ്ങൾ പറയാം. SMV സ്കൂളിൽ കഴിഞ്ഞ കുറേ കാലമായി അവിടുത്തെ PTA നടത്തുന്ന ക്രമവിരുദ്ധമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിദ്യാഭ്യാസ വകുപ്പും പോലീസും അന്വേഷിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അതിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ട് ചുമതലയെടുത്തതിന് ശേഷം ശ്രീ ചെമ്പഴന്തി ഉദയൻ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിരന്തരം യാത്ര ചെയ്യുന്നുണ്ട്. അവിടുത്തെ കാര്യങ്ങൾ പഠിക്കുവാനും അവിടുത്തെ HMമാരുടെ മീറ്റിംഗൊക്കെ അദ്ദേഹം വിളിച്ചു. അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയത് അവിടെ ഉണ്ടായിരുന്ന SMV സ്കൂളിൽ ഉണ്ടായിരുന്ന ഒരു തേക്കിൻ വൃക്ഷം എത്ര മാസവും മുറിച്ചു മാറ്റി, ഒരു വർഷത്തിനുള്ളിൽ അതിനെ വലിയ വില വരുന്ന ഒരു തേക്കിൻ്റെ വൃക്ഷം അവിടെ നിന്ന് മുറിച്ച് കടത്തിയിട്ടുണ്ട്. ബ്ലൈൻഡ് സ്കൂളിൽ നിന്ന് ചന്ദനത്തടി മുറിച്ച് കടത്തിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെ പോലീസും വിദ്യാഭ്യാസ വകുപ്പും അന്വേഷിക്കണം. ഇതിനൊക്കെ PTA-ക്ക് ആരാണ് അധികാരം കൊടുത്തത്? അന്വേഷിക്കണം. അതൊക്കെ അങ്ങനെ വിടാൻ പറ്റില്ല. മറ്റൊന്ന്, ഒരു 2 ആഴ്ച മുമ്പ് മേയറെ കാണാനായിട്ട് തിരുവനന്തപുരത്തെ ഒരു ബിസിനസ് നടത്തുന്ന വലിയൊരു വ്യവസായി വന്നു. അദ്ദേഹത്തിന് വിദേശ രാജ്യത്തും ഉണ്ട്, തിരുവനന്തപുരത്ത് ഹോട്ടലുകളുണ്ട്. അദ്ദേഹത്തോട് ഇന്നലെ അറസ്റ്റ് ചെയ്ത ഒരു വ്യക്തി പറഞ്ഞത് SMV സ്കൂളിൻ്റെ 1 മീറ്റർ വീതിയിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാപനം വരെയുള്ള സ്ഥലം അദ്ദേഹത്തിന് മതിൽ കെട്ടി വേർതിരിച്ചു കൊടുക്കാൻ 1 കോടി രൂപ കൊടുക്കണം. 1 crore. ഇന്ന് രാവിലെ ഞാൻ ഫോണിൽ സംസാരിച്ചിട്ടാണ് മാധ്യമങ്ങളോട് പറയുന്നത്. ഞാൻ ആ വ്യവസായിയുടെ പേര് ഇപ്പോൾ പത്രസമ്മേളനത്തിൽ പറയുന്നില്ല. ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വ്യക്തിപരമായിട്ട് ഷെയർ ചെയ്യാം, നിങ്ങൾക്ക് ചോദിക്കാം. ഇന്ന് രാവിലെ ഞാൻ പത്രസമ്മേളനത്തിന് മുമ്പ് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ 1 crore തന്നുകൂടെ എന്നാണ് ചോദിച്ചതെന്നാണ് എന്നോട് പറഞ്ഞത്. 1 മീറ്റർ SMV സ്കൂളിൻ്റെ സ്ഥലം നിങ്ങൾക്ക് മതിൽ കെട്ടിത്തരാം എന്ന് ഇതിലൊരു വ്യക്തി പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, മാധ്യമപ്രവർത്തകർ SMV സ്കൂളിൻ്റെ ചുറ്റുപാടുമുള്ള കടകളിലൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കണം. SMV സ്കൂളിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ കടകളിൽ നിന്നൊക്കെ നിരന്തരം പണപ്പിരിവാണ്. ഇവിടുത്തെ PTA കമ്മിറ്റി പണപ്പിരിവാണത്. പണം കൊടുത്തില്ലെങ്കിൽ ബിസിനസ്സുകാരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു നിലപാടാണ് SMV സ്കൂളിലെ PTA കമ്മിറ്റി വർഷങ്ങളായി എടുക്കുന്നത്. ഈ കൂപ്പൺ അതിൽ ഒരു PTA മെമ്പറുടെ പ്രസ്സിലടിച്ചെന്നാണ് ഇന്നലെ രാത്രി നടത്തിയ അന്വേഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അവിടെ തന്നെയാണ് SMV സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പിരിവിനുള്ള എല്ലാ റെസിപ്റ്റും അടിക്കുന്നത്. അങ്ങനെ
നഗരഹൃദയത്തിൽ വളരെ വലിയ പാരമ്പര്യം അവകാശപ്പെടാനുള്ള നമുക്കുടെയൊക്കെ തന്നെ അഭിമാനമായിട്ടുള്ള സ്കൂളിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഒരു മാഫിയ തന്നെയാണ് ആ സ്കൂളിനെ നിയന്ത്രിക്കുന്നത്. അധ്യാപകരൊക്കെ ഭയന്നാണ് നിൽക്കുന്നത് അവിടെ നമ്മുടെ ബഡ്ജറ്റിൽ. ഞങ്ങളാ സ്കൂൾ നവീകരിക്കാൻ വേണ്ടി 1 കോടി രൂപ ബഡ്ജറ്റിൽ മാറ്റിവെച്ചിട്ടുണ്ട്, കോർപ്പറേഷൻ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു അധ്യാപകരൊക്കെ ഭയന്നാണ് നിൽക്കുന്നത്. മാത്രമല്ല ഈ സ്കൂളിൽ രാത്രി കാലങ്ങളിലൊക്കെ തന്നെ പല കാര്യങ്ങൾക്കും വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടെന്നാണ്, ഈ PTA വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ ഞാൻ കണ്ടപ്പോഴേക്കും അതിനകത്ത് നിന്നൊരു തട്ടുകട നടത്തി എന്ന് പറയുന്നുണ്ട്, അല്ലേ? മന്ത്രി ഇടപെട്ട് പൊളിച്ചു മാറ്റാൻ പറഞ്ഞത് സ്കൂളിനകത്ത് തട്ടുകട നടത്താൻ വേണ്ടി PTA അനുമതി കൊടുക്കുകയാണ് ഈ രാജ്യത്ത്. അപ്പോൾ നിങ്ങൾ അന്വേഷിക്കണം, 1 കോടി രൂപ സ്കൂളിൻ്റെ 1 മീറ്റർ വീതിയുള്ള സ്ഥലം മതിൽ കെട്ടി തിരിച്ചു കൊടുക്കാമെന്നൊരു വ്യവസായിട്ട് പറഞ്ഞു. നിങ്ങൾ ആ വ്യവസായിട്ട് നേരിട്ട് സംസാരിക്കുക. അദ്ദേഹം 2 ആഴ്ച മുമ്പ് മേയറുടെ റൂമിൽ ഒന്ന് പരാതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ കൃത്യമായിട്ട് അവിടെയും കൂടെ ഒന്ന് മോണിറ്റർ ചെയ്തത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ പറയാം. അപ്പോൾ SME സ്കൂളിൻ്റെ കാര്യത്തിൽ ഗൗരവമായിട്ടുള്ള ഇടപെടലുകൾ ഞങ്ങൾ നടത്തും.